ഇതെല്ലാം പറയാൻ പ്രേരിപ്പിച്ച നിഗമനങ്ങളുടെ എല്ലാം അടിത്തറ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ആണെന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ പറയുന്നു ഈ റവന്യൂ അന്വേഷണം നടന്നത് വെളിപ്പെടുത്തിയില്ല, ഈ ക്രിമിനൽ അന്വേഷണവും നടക്കുകയാണ്. ഈ അന്വേഷണത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുക എന്നുള്ള അപ്പുറത്തേക്ക് ഓരോരോ റിപ്പോർട്ടായി പുറത്ത് കൊടുത്തുകൊള്ളണമെന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇത് ഇപ്പോൾ ഇവിടെ പറഞ്ഞു CPM വിശ്വാസമില്ല എന്ന് ഒരാൾ അങ്ങ് എഴുന്നള്ളിക്കുകയാണ്. അവിടെ മഞ്ജുഷ പറഞ്ഞു എന്ന്. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇത് പൊളിറ്റിക്കലല്ലേ? പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായി എതിർക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഏത് തരത്തിലും കുഴപ്പത്തിൽ ചാടിക്കുക, അതിനെതിരെ ജനവികാരം ഉണ്ടാക്കുക എന്നുള്ള പൊളിറ്റിക്കൽ താങ്കളെ ഒന്ന് അത് പറയുമ്പോൾ നിങ്ങൾ താങ്കൾക്ക് അവസരം കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി. അല്ലല്ല, അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവരും ഇത് വേണ്ടല്ലോ, കാക്കഫോണിക്കായിട്ട് എല്ലാവർക്കും കൂടെ പറയാലോ. അങ്ങനെ ഒരു വ്യവസ്ഥയില്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമയോടെ കേൾക്കൂ. അപ്പോൾ താങ്കളാണ് ധരിപ്പിക്കുന്നത്. ആവശ്യമില്ലാത്ത രൂപത്തിലേക്ക് ചർച്ച കൊണ്ടുപോകരുത്. ഹൈക്കോടതിയിൽ മഞ്ജുഷ കൊടുത്തിരിക്കുന്ന നവീൻ ബാബുവിന്റെ ഭാര്യ കൊടുത്തിരിക്കുന്ന വളരെ വ്യക്തമായി ഞാൻ ചോദിക്കുകയാണ്, CPM ആണെന്നുണ്ട് വ്യക്തമായിട്ട്. നിങ്ങളെ രേഖ കാണിക്കൂ, നിങ്ങളെ രേഖ കാണിക്കൂ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഇന്നത്തെ എല്ലാ പത്രങ്ങളിലുള്ള അതാണ് ഞാൻ ആതന്റിക്കായിട്ട് ചോദിക്കുന്നത്. ആ രേഖ നിങ്ങൾ ഹാജരാക്കൂ. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുള്ള സ്വതന്ത്ര അന്വേഷണത്തിന് ഭരണകക്ഷിയായ CPM നേതാക്കൾ തടസ്സം നിൽക്കുന്നുവെന്ന് മഞ്ജുഷ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പത്രത്തിൽ വന്നാ ഇല്ലാത്ത വാർത്ത ഞാൻ ചോദിക്കുന്നത് ഛർദി വിഴുങ്ങാതെ ഇത് ഈ പറയുന്നതെല്ലാം പൊളിറ്റിക്കൽ ആയതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ആ കുടുംബത്തിന് നീതി കിട്ടണമെന്നും കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കണമെന്നും പൊതുജനത്തിൻ്റെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിക്കണമെന്നുള്ള കാര്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അവിശ്വാസം രേഖപ്പെടുത്തുക വഴി പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം ആകെ പൊളിറ്റിക്കൽ ചർച്ച മാത്രമായി മാറുന്നത്. ഈ അന്വേഷണത്തിലേക്കോ ആ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പതിലേക്കോ അല്ല, ഈ കണ്ണീരിൽ നിന്ന് പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാനുള്ള ഏതൊരു നീക്കത്തെയും ചെറുക്കും. അതേസമയം ആ കുടുംബത്തിനോടൊപ്പം ദൃഢമായി നിൽക്കും. അത് യാതൊരു സംശയമില്ല. ആരുടെയും ശുപാർശ വേണ്ട, ആരുടെയും കള്ളക്കരച്ചിലോ കള്ളച്ചിരിയോ കാണണ്ട. ആരും ഈ പറയുന്ന പല ആളുകളും ഒഴുക്കുന്ന മുതലക്കണ്ണീരാണെന്ന് പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാം. ഇതെല്ലാം തന്നെ ഇതിൽ നിന്ന് രാഷ്ട്രീയം ഉണ്ടാക്കാൻ ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളാണ്. ഈ തന്ത്രം അറിയാത്ത അയ്യോഭാവങ്ങളല്ല കേരളത്തിലെ സമൂഹം തിരിച്ചറിയാം. ശരി രാജേഷ്, നവീന്റെ കുടുംബം BJP ആണോ? ഒരു മിനിറ്റ് പറഞ്ഞോളൂ കൃഷ്ണ സാർ, പറഞ്ഞോളൂ. നവീന്റെ കുടുംബം BJP ആണോ? രാധാകൃഷ്ണൻ ചെറുവള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് നവീന്റെ കുടുംബം BJP ആണോ? ഞാൻ താങ്കളെയാണ് പറഞ്ഞത് BJP കാരനാണെന്ന്. ബിജെപിയുടെ ആളല്ലേ ആണ്? അതെ, അത് താങ്കൾ പറഞ്ഞത് BJPയുടെ രാഷ്ട്രീയമാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ആ കുടുംബത്തെ അല്ല, താങ്കളെയാണ് പറഞ്ഞത്. കൃത്യമാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടത് BJP ആണോ? അല്ലല്ലോ, അതല്ലെന്നേ. താങ്കൾ രാഷ്ട്രീയവൽക്കരിക്കുന്നു പറഞ്ഞപ്പോൾ താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനായിരിക്കെ രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ഇറക്കെ, എന്നിട്ട് താങ്കൾ പറഞ്ഞത് രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ മുഴുവൻ DNK ചോറിപ്പതിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ വ്യക്തമായിട്ടുള്ളത് ഒരു കാര്യം പറയാം. ഇപ്പൊ ശ്രീ രാധാകൃഷ്ണൻ ചെറുവള്ളി പറയുന്നത് കേട്ടാത്തൊന്നും ഞങ്ങളുടെ പാർട്ടിക്കാരന് ഞങ്ങൾ കൊന്നാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം നടത്തിയത്. നീചമായിട്ടാണ് നിങ്ങൾ ഈ കാര്യത്തെ കൈകാര്യം ചെയ്തത്. ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ ഹൈക്കോടതിയിൽ ന്യായം ആവശ്യപ്പെട്ടു, നീതി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ മരണപ്പെട്ട ഒരാളുടെ ഭാര്യ പോയാൽ അവരെ വർഗശത്രുവായി പ്രഖ്യാപിച്ച സമീപനമാണ്. താങ്കൾ പറയുന്ന മൂടത്തരങ്ങളെല്ലാം കേട്ടിരിക്കാൻ ഇവിടെ കഴിയില്ല. മതി. ഇത്ര ഒരു ചാനൽ പറയുമ്പോ നിങ്ങൾ വെളിക്കൂട്ടി കേട്ടിയാൽ മൈക്ക് അത് അതിന്റെ ഒരു ചർച്ചയുടെ മിനിമം മര്യാദ പാലിക്കണം. എല്ലാവർക്കും മര്യാദ പാലിച്ചു പോവാം. ആദ്യം താങ്കളാണ്. താങ്കൾ ഏത് ചാനലിൽ പോയാലും ആവശ്യമില്ലാതെ കലക്കുക എന്നുള്ളത് താങ്കളുടെ പണിയാണ്. താങ്കൾ മൈതാന പ്രസംഗം, മൈതാന പ്രസംഗം. ശരി, ഓക്കെ.